ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചൂടിന് വാട്ടർമെലൺ ജ്യൂസ് ട്രൈ ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ വെയിറ്റ് ലോസിന് പറ്റിയ ഒരു വാട്ടർമെലൺ ജ്യൂസാണ് ഇന്നിവിടെ നമ്മൾ കാണിക്കുന്നത്. അതിന് നല്ല പഴുത്ത സീഡ്ലെസ് വാട്ടർമെലനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് ഞാനിവിടെ വെള്ളത്തിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വാട്ടർമെലൺ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബ്ലെൻഡറിലോ മിക്സറിലോ വെച്ച് ജ്യൂസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചിയ സീഡ്സ് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സ് വണ്ണം കുറയ്ക്കുന്നതിന് വളരെ വളരെ പ്രയോജനപരമായ ഒരു ഐറ്റമാണ്. അതേപോലെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഈവൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും ചിയ സീഡ്സ് വളരെ ബെനിഫിഷ്യലാണ്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ലൈം ജ്യൂസാണ്. ഈ ലൈം ജ്യൂസ് ഒരുപാട് ആഡ് ചെയ്യേണ്ട, ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി. കാരണം ഇല്ലെങ്കിൽ ആ ലൈമിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. നമുക്കത് ആവശ്യമില്ല. കാരണം നമ്മൾ വാട്ടർമെലനാണ് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈം ആഡ് ചെയ്യേണ്ട. അതിനുശേഷം നമ്മൾ ബ്ലെൻഡറിൽ ജ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള വാട്ടർമെലൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ്. നമ്മുടെ ഈ ചിയ സീഡ്സും ലൈം ജ്യൂസും വാട്ടർമെലനും എല്ലാം കൂടെ വരുമ്പം ഇതൊരു ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീല് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മിൻറ്റ് ലീവ്സും ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ മിൻറ്റ് ലീവ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മിൻറ്റ് ആഡ് ചെയ്യാതിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു മിൻറ്റ് ലീഫും കൂടെ ആഡ് ചെയ്യാം. ഭയങ്കര ഒരു റിഫ്രഷിങ്, ചൂടിനൊക്കെ വളരെ ആശ്വാസകരമാകുന്ന ഒരു ഡ്രിങ്കാണിത്. വെയിറ്റ് ലോസിനും വളരെ പ്രയോജനകരമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മേളിൽ കുറച്ച് ചിയ സീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.